താങ്ങാൻ ഈ വചനത്തിന് കഴിയത്തില്ല. ഉറപ്പുള്ളവരാമേ പറഞ്ഞേ. പകൽ അടുത്തിരിക്കുന്നവർക്ക് ഒരു ദൂതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വർഷങ്ങളായി പരിഹാരം ഇല്ലാത്ത ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് പരിഹാരം തരാൻ കഴിവുള്ള എന്റെ ജീവിതത്തിൽ പരിഹാരമുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാവും. പരിഹാരമില്ലാതെ പരിഹാരം ഉണ്ടാകത്തില്ല. എന്നാൽ യേശുവാണെന്റെ പരിഹാരം. യേശുവിന്റെയും വിഷയത്തിൽ പരിഹാരമില്ല. കേട്ടോ, ഒരായുസിന്റെ നീണ്ട വർഷങ്ങൾ നീ അനുഭവിക്കുന്ന വേദനകൾക്ക് ഈ ആരാധന കഴിയുമ്പോൾ പരിഹാരം തരാൻ പോകുകയാണ്. കൈവിടൂല്ലവൻ. അവനെ കൈവിടത്തില്ല കേട്ടോ. അവനെ ഒരു നാൾ ഉപേക്ഷിക്കില്ല കേട്ടോ. നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തത്, മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്തത്. ലാസ്റ്റ് വാക്ക് എന്നാണ് പറയുന്നിരിക്കുന്നത്. പാപങ്ങൾക്ക് പരിഹാരം. പാപത്തിന്റെ ശമ്പളം മരണം. എത്ര ഭയാനകമാ ഇത്. നിന്നെ ഹല്ലേലൂയ പാപം നിന്നിൽ അവൻ വാണിരുന്നെങ്കിൽ ഇതിന് നിത്യ നരകത്തിൽ എപ്പോഴും എത്തിച്ചേരും. എപ്പോഴും ഒരു മുഴം കയറിൽ വിഷത്തിൽ നിന്റെ ജീവിതം തകർത്ത് എന്നെ നരകത്തിൽ നിന്ന് എത്തിച്ചേരും. പാപവഴിയിലൂടെ നീ പോയിരുന്നെങ്കിൽ എന്ന് നീ തകർന്നേനും. പക്ഷെ എന്റെ കർത്താവ് പറയുന്നു, പാപത്തിൽ നിന്ന് വായിച്ചേ നിന്റെ പാപങ്ങൾക്ക് പരിഹാരം തരാൻ കഴിവുള്ള ഒരുവനാണ് യേശു. നേർച്ച കൊണ്ടും പാപത്തിന് പരിഹാരം കിട്ടത്തില്ല. ഹല്ലേലൂയ. എന്നാൽ പാപത്തിന് പരിഹാരം വരുത്തി ഹീറോയായ ഒരാളേ ഉള്ളൂ. ആ പേരെന്ന് ശബ്ദമുയർത്തി വിളിച്ചു പറഞ്ഞേ. ചങ്ങനെ ചോര ഊറ്റി, പാപമില്ലാത്ത ചോര. അതാണ് പീലാത്തോസ് വിളിച്ചു പറഞ്ഞത്, ഈ രക്തത്തിൽ എനിക്ക് ഇവൻ നീതിമാൻ. വെടിവെച്ചതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ നോക്കി, നിന്നെ തളർത്താൻ നോക്കി, നിന്നെ നശിപ്പിക്കാൻ നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ ഉയർന്ന കാലത്തൊരു വെല്ലുവിളി മുടക്കി. ഹല്ലേലൂയ. എന്നിട്ട് ഇന്നും 2025 ജൂൺ മാസവും ഈ തല ഉയർത്തി നിൽക്കുന്നത് എന്നെ നിന്നെ താളടിയാക്കുവാൻ ഒന്നിച്ചിരുന്ന് കൂടാതെ നടത്തി തകർത്തു വെല്ലുവിളിച്ച സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കും. ഹല്ലേലൂയ. ഇന്നും നീ തല ഉയർത്തി നിൽക്കുന്നത് കർത്താവിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. പരിശുദ്ധനോട് പറയുക, ആയിരിക്കണം മകനോട് പ്രവചിക്കാൻ പറയുക. ഹല്ലേലൂയ. ശത്രുക്കൾ നിന്റെ നേരെ മുമ്പിലോട്ട് വാ. ഇന്നൊരു വലിയ ശാപക്കുഴിക്ക് മകന്റെ മേൽ അഴിയാൻ പോവുക. ശബ്ദം വൈരവന്റെ ശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കുക.